Poisson's bracket. Hamilton's equations Q dot and P dot gives the time evolution of coordinate and moment of a system. Q dot is dq by dt, P dot is dp by dt. We know Hamilton's equation are Q dot equal to dou h by dou pi and pi dot is equal to dou h minus dou h by dou qi. These are the Hamilton's equation. This gives time derivative of coordinate and momenta. Therefore, it gives the time evolution of the coordinates and momenta of a system. Using Hamilton's equation, we can find time evolution of any function f, which is function of q and p in terms of Poisson's bracket. ഈ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ഫംഗ്ഷൻ്റെയും വിച്ച് ഈസ് ഫംഗ്ഷൻ ഓഫ് ദി കോർഡിനേറ്റ്സ് ആൻഡ് മൊമെൻ്റ അങ്ങനെയുള്ള ഏതൊരു ഫംഗ്ഷൻ്റെയും ടൈം എവല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഇൻ ടേംസ് ഓഫ് പോസോൺസ് ബ്രാക്കറ്റ്. പോസോൺസ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ ഇനി വരുന്നുണ്ട്. പോസോൺസ് ബ്രാക്കറ്റിൻ്റെ ടേംസിൽ നമുക്ക് ടൈം എവല്യൂഷൻ ഡി എഫ് ബൈ ഡി ടി എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി എഫ് ബൈ ഡി ടി ഇൻ ടേംസ് ഓഫ് Poisson's bracket. This Poisson bracket is a bridge between classical and quantum mechanics. ക്ലാസിക്കലിൽ പോസോൺ ബ്രാക്കറ്റ് ഉള്ളതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിനെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആണെന്ന് പറയാം Poisson's brackets. The Poisson bracket of any two function f of qpt and g of qpt with respect to canonical variables q and p is represented by square bracket f comma g suffix this qp, and it is defined by bracket f comma g qp equal to sigma I dou f by dou qi dou g by dou pi minus dou f by dou pi dou g by dou qi. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. പോസോൺ ബ്രാക്കറ്റിൻ്റെ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എഫും ജിയും എന്ന് പറഞ്ഞാൽ ദേ ആർ ഫങ്ഷൻസ് ഓഫ് കോർഡിനേറ്റ്സ് മൊമെൻ്റ ആൻഡ് ടൈം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള പോസോൺസ് ബ്രാക്കറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സിഗ്മ ഐ ഡോ എഫ് ബൈ ഡോ ക്യു ഐ ഡോ ജി ബൈ ഡോ പി ഐ മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഐ ഡോ ജി ബൈ ഡോ ക്യു ഐ. ദിസ് ഇസ് ദ ഡെഫിനിഷൻ. നൗ there are some fundamental relations of Poisson's bracket. ആദ്യത്തെ റിലേഷൻ ആണ് Poisson bracket of two coordinates qj qk is 0. രണ്ട് കോർഡിനേറ്റ്സിന്റെ പോസോൺ ബ്രാക്കറ്റ് എടുത്താൽ 0 കിട്ടും എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റിലേഷൻ ആണ്. അതിന്റെ ഡെറിവേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ qj qk ഇവിടെ എഫും ജിക്കും പകരം ഇവിടെ qj കോർഡിനേറ്റ്സ് തന്നെയാണ്. രണ്ട് ഫംഗ്ഷനും കോർഡിനേറ്റ്സ് ആണ് qj qk. Now Poisson bracket is defined by summation I dou qi dou qj by dou qi dou qk by dou pi minus dou qj by dou pi അടുത്ത കോർഡിനേറ്റ് അടുത്ത ഇൻഡെക്സ് into dou qk by dou qi. ഇവിടെ നോക്കിയാൽ ഇതിൽ ഈ ഒരു ടേം നോക്കാം, ഡോ ക്യൂ ബൈ ഡോ പി വരുന്ന ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ക്യൂവിൻ്റെ അകത്ത് പി ഇല്ല, മൊമെൻ്റ് ഇല്ല, therefore they are independent coordinates, therefore this term is 0. അതേപോലെ തന്നെ ഇവിടെ ഈ ടേം ആദ്യത്തെ ടേം ഡോ ക്യൂ ജെ ബൈ ഡോ പി ഐ എന്ന് പറയുന്നത് 0 ആണ്. ഇനി അടുത്ത ഫണ്ടമെന്റൽ റിലേഷൻ ആണ് ബ്രാക്കറ്റ് പോസോൺ ബ്രാക്കറ്റ് ഓഫ് പി ജെ കോമ പി കെ qp, that is defined as summation I. ആ ഡെഫിനിഷൻ വെച്ച് ആദ്യം എഴുതാം. എഫിനും ജിക്കും അവരുടെ പി ജെ പി കെ ആണ്. ഡോ പി ജെ ബൈ ഡോ ക്യു ഐ ഇൻറ്റു ഡോ പി കെ ബൈ ഡോ പി ഐ
minus dou pj by dou pi dou pk by dou qi. ഇവിടെയും dou p by dou q എന്ന് പറഞ്ഞ ടേം 0 ആണ് ബിക്കോസ് ദേ ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. dou p by dou q 0. ഇവിടെയും അത് തന്നെയുണ്ട് dou p by dou q 0. അപ്പോൾ both the terms are 0. Poisson bracket is 0. അടുത്ത ഫണ്ടമെന്റൽ റിലേഷൻ ആണ് Poisson bracket of qj, pk. qj pk യുടെ Poisson bracket എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ ഉപയോഗിക്കാം. എഫിനും ജിക്കും പകരം qjയും pkയും ഇടാം. dou qj by dou qi dou pk by dou pi minus dou qj by dou pi dou pk by dou qi. ഈ ഒരു ടേം എടുക്കാം. ദിസ് വൺ ഈസ് 1 when ഈ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഡോ ക്യൂ ബൈ ഡോ ക്യൂ ആണ് അല്ലേ. അത് ജെയും ഐയും ഈക്വൽ ആയാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. therefore we can say that this is delta function. delta function ജെ ഐ എന്ന് എഴുതാം അല്ലെങ്കിൽ ഐ ജെ. ഇവിടെ എഴുതിയിരിക്കുന്ന ഐ ജെ എന്നാണ്. ഇനി രണ്ടാമത്തെ ടേം എടുത്താൽ ഡോ പി ബൈ ഡോ പി ആണ്. ഡോ പി കെ ബൈ ഡോ പി ഐ ആണ്. അപ്പൊ കെയും ഐയും ഈക്വൽ ആയാൽ that term will be 1. that is dou ഐ കെ. അതാണ് അവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ ടേം എടുത്താൽ രണ്ടാമത്തെ മൈനസ് ഡോ ക്യൂ ജെ ബൈ ഡോ പി ഐ. that is 0 because they are independent coordinates. അതേപോലെ ഡോ പി ബൈ ഡോ ക്യൂവും 0 ആണ്. അപ്പൊ ഈ ടേം 0 ആയി. ഇത് 0 ആണ്. ഇവിടെ രണ്ട് ഡെൽറ്റ ഫംഗ്ഷൻ ആണ് വന്നിരിക്കുന്നത്, ഡെൽറ്റ ഐ ജെ ആൻഡ് ഡെൽറ്റ ഐ കെ. പൈ ആർ ഈക്വൽ. ഇനി ഡെൽറ്റ ഐയും ജെയും ഈക്വൽ ആകണം, ഐയും കെയും ഈക്വൽ ആകണം. അതായത് ജെയും കെയും ഈക്വൽ ആകണം. ഡെൽറ്റ ജെ കെ. Poisson bracket of qj pk is delta jk. ഇനി പ്രോപ്പർട്ടീസ് ആണ് Poisson ബ്രാക്കറ്റിന്റെ ചില ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ്. Let us consider three functions f, g and s. They are functions of our canonical variables q, p and t. Then following identities can be obtained from Poisson bracket. ആദ്യത്തെ ഐഡന്റിറ്റി ആണ് Poisson bracket of f equal to 0. Canonical variables ന്റെ Poisson bracket തന്നെയാണ്. അപ്പോൾ നെ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് സിഗ്മ ഐ ഡോ എഫ് ബൈ ഡോ ക്യൂ ഡോ എഫ് ബൈ ഡോ പി ഡോ എഫ് ബൈ ഡോ പി ഡോ എഫ് ബൈ ഡോ ക്യൂ. ദിസ് ടേം ഇസ് ഈക്വൽ ടു ദിസ് ടേം. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് 0 കിട്ടും. therefore Poisson bracket of same functions is 0. അടുത്തത് ഒരു c എന്ന കോൺസ്റ്റന്റ് എടുക്കുക. then Poisson bracket of function f and c is 0. അതാണ് അടുത്ത ഐഡന്റിറ്റി. അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് Poisson ബ്രാക്കറ്റിന്റെ ഡെഫിനിഷൻ ഉപയോഗിക്കാം. സമ്മേഷൻ ആയി ഡോ എഫ് ബൈ ഡോ ക്യൂ ഡോ സി ബൈ ഡോ പി ഐ മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഐ ഡോ സി ബൈ ഡോ ക്യൂ ഐ. അപ്പൊ ഈ രണ്ട് ടേംസിൽ ആദ്യത്തേൽ ഡോ സി ബൈ ഡോ പി, സി ഈസ് കോൺസ്റ്റന്റ്. therefore differentiating it with respect to p will be 0. ഈ ഒരു ടേം 0 ആണ്. അതേപോലെ ഇവിടെ ഡോ സി ബൈ ഡോ ക്യൂ എന്ന് പറഞ്ഞ ടേമും 0 ആണ്. therefore the sum will be 0. then next identity is Poisson bracket of fg is equal to minus of Poisson bracket of gf. ഇത് പ്രൂവ് ചെയ്യാൻ ആദ്യം തന്നെ എഫ് ജിയുടെ Poisson ബ്രാക്കറ്റ് എഴുതാം. Poisson bracket of fg സമ്മേഷൻ ആയി ഡോ എഫ് ബൈ ഡോ ക്യൂ ഡോ ജി ബൈ ഡോ പി ഡോ മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഡോ ജി ബൈ ഡോ ക്യൂ. now take this negative sign outside. negative sign പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം ആദ്യം എഴുതിയാൽ സമ്മേഷൻ ആയി ഡോ ജി ബൈ ഡോ ക്യൂ ഡോ എഫ് ബൈ ഡോ പി. പിന്നെ വരുന്ന മൈനസ് പുറത്തുള്ളതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് വന്നു. മൈനസ് ഓഫ് ഡോ എഫ് ബൈ ഡോ ക്യൂ ഡോ ജി ബൈ ഡോ പി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു Poisson ബ്രാക്കറ്റ് ഓഫ് ജി എഫ് മൈനസ് ഓഫ് Poisson ബ്രാക്കറ്റ് ഓഫ് ജി എഫ്. ദാറ്റ് ഈസ് ദ പ്രൂഫ്. ഇനി അടുത്ത ഐഡന്റിറ്റി ആണ് Poisson ബ്രാക്കറ്റ് ഓഫ് എഫ് ആൻഡ് ജി പ്ലസ് എസ്. ജിയും എസും എഫും എല്ലാം ടിയുടെയും ക്യൂടെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇനിയുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത് Poisson bracket of f and g plus s is
Poisson bracket of Fg plus Poisson bracket of Fs. ഇതങ്ങനെ തന്നെ നമുക്ക് ഡെഫിനിഷൻ ഉപയോഗിച്ച് എഴുതാം. സമ്മേഷൻ ഓഫ് എഫ് അവിടെ ഡോ എഫ് ബൈ ഡോ ക്യു ആയി, പിന്നെ ജിക്ക് പകരം ജി പ്ലസ് എസ് ആണ് ഇവിടെ വരേണ്ടത്. ഡോ ബൈ ഡോ പി ഐ ഓഫ് ജി പ്ലസ് എസ് മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഐ ഡോ ബൈ ഡോ ക്യു ഐ ഓഫ് ജി പ്ലസ് എസ്. ദെൻ ഇനി ഡോ പി ഐ ബൈ ഡോ ബൈ ഡോ പി ഐ ഓഫ് ജി പ്ലസ് എസ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഡോ ജി ബൈ ഡോ പി ഐ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡോ പി ഐനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഡോ ജി ബൈ ഡോ പി ഐ പ്ലസ് ഡോ എസ് ബൈ ഡോ പി ഐ എന്ന് എഴുതാം. മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഐ ഇൻറ്റു ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡോ ജി ബൈ ഡോ ക്യു ഐ ഡോ എസ് ബൈ ഡോ ക്യു ഐ. അങ്ങനെ ഇതൊന്ന് ദിസ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ ക്യു ഐ ഇൻറ്റു ഡോ ജി ബൈ ഡോ പി ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ ക്യു ഐ ഡോ എസ് ബൈ ഡോ പി ഐ മൈനസ് ഇതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ടേംസ്. ഇപ്പോൾ ഡോ എഫ് ബൈ ഡോ ക്യു ഐ ഡോ ജി ബൈ ഡോ പി ഐ ഈ ഒരു ടേമും മൈനസ് ഈ ഒരു ടേമും ഈ ഒരു ടേമും കൂടി എഴുതാം. ഡോ എഫ് ബൈ ഡോ ക്യു ഐ ഡോ ജി ബൈ ഡോ പി ഐ മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഐ ഡോ ജി ബൈ ഡോ ക്യു ഐ ഇതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ടേംസ് ആണ് സെക്കൻഡ് ഫോർത്ത് ടേംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ടേം ഇസ് ഈക്വൽ ടു എഫ് ജി. then another next term is equal to Poisson bracket of Fs. We have proved the identity. Next identity, fifth identity is f the Poisson bracket of f comma g into s is equal to Poisson bracket of fg into s plus g into Poisson bracket of fs. അപ്പോൾ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. സമ്മേഷനായി ഡോ എഫ് ബൈ ഡോ ക്യു ഐ അതെടുത്തിടാം, പിന്നെ ഡോ ബൈ ഡോ പി ഐ ഓഫ് പ്രോഡക്റ്റ് ഇവിടെ അങ്ങനെ തന്നെ എഴുതി. ദെൻ വി ഹാവ് ടു യൂസ് പ്രോഡക്റ്റ് റൂൾ ഹിയർ. അവിടെ ഡോ ജി ബൈ ഡോ പി ഐ ഇൻറ്റു എസ് പ്ലസ് ഡോ എസ് ബൈ ഡോ പി ഐ ഇൻറ്റു ജി പ്രോഡക്റ്റ് റൂൾ ഇവിടെ ഉപയോഗിച്ചു. ദെൻ വി ഹാവ് ടു എക്സ്പാൻഡ് ദിസ്, എഫിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എസിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതി, ജിയുടെ ടേംസ് കോമൺ വരുന്ന ടേംസ് ഒരുമിച്ച് എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു Poisson bracket of fg പ്ലസ് ദിസ് ഈസ് ജി ഇൻറ്റു Poisson bracket of fs. അപ്പം അതാണ് ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റീസ്. ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റീസ് നമ്മൾ കണ്ടു, ഫണ്ടമെൻ്റൽ റിലേഷൻസ്. നെക്സ്റ്റ് ഈസ് ഇക്വേഷൻ ഓഫ് മോഷൻ in terms of Poisson bracket. Equation of motion, let us consider function f which is function of q, t and t. ഇനി f ന്റെ ടൈം എവല്യൂഷൻ നമുക്ക് എഴുതാൻ പോവുകയാണ്. f is function of qpt, therefore df by dt total time derivative of f, this will be equal to, we have to use chain rule. ഇവിടെ നമുക്ക് chain rule ഉപയോഗിക്കേണ്ടി വരും. അതായത് സമ്മേഷനായി ഡോ എഫ് ബൈ ഡോ ക്യു ഐ, ക്യു ഐ വിൽ ബി ഫംഗ്ഷൻ ഓഫ് ടി, therefore ഡി ക്യു ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ പി ഐ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി പി ഐ ബൈ ഡി ടി ഇവിടെ എഴുതിയിരിക്കണം. പ്ലസ് നെക്സ്റ്റ് ടേം ഇസ് ഡോ എഫ് ബൈ ഡോ ടി. Now we know that from Hamilton's equations of motion, q dot is equal to dou h by dou p, p dot is equal to minus dou h by dou q. അപ്പോൾ ഇവിടെയുള്ള ക്യു ഐ ഡോട്ടിന് പകരം ഈ ഇക്വേഷൻ എഴുതാം, പി ഐ ഡോട്ടിന് പകരം അടുത്ത ഇക്വേഷൻ എഴുതാം. അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി എഫ് ബൈ ഡി ടി സമ്മേഷനായി ഡോ എഫ് ബൈ ഡോ ക്യു ഡോ എച്ച് ബൈ ഡോ പി മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഡോ എച്ച് ബൈ ഡോ ക്യു പ്ലസ് ഡി എഫ് ബൈ ഡി ടി. ഇനി ഈ ബ്രാക്കറ്റിനുള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള ടേംസ് എന്ന് പറയുന്നത് പോസോൺ ബ്രാക്കറ്റ് ഓഫ് എഫ് ആൻഡ് എച്ച് ആണ്. എഫ് എന്ന് പറയുന്നത് നമ്മളെടുത്ത ഫംഗ്ഷനും എച്ച് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയനുമാണ്. ദിസ് ഗീവ്സ് ടൈം എവല്യൂഷൻ ഓഫ് ഫംഗ്ഷൻ എഫ്
in terms of Poisson brackets of F and Hamiltonian H. If F is replaced by Qj and Pj and Qj uh, and if Q and P does not depend on time. ഇനി നമ്മൾ ചില റിലേഷൻസ് ടൈം എവല്യൂഷൻ ഓഫ് ക്യൂ ജെ ആൻഡ് പി ജെ കാണാൻ പോവുകയാണ്. ക്യൂ ജെയുടെ ടൈം എവല്യൂഷൻ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഡോ ക്യൂ ബൈ ക്യൂ ജെയുടെ ടൈം എവല്യൂഷൻ എന്ന് പറയുന്നത് ഈ റിലേഷൻ ആണ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂജയുടെ ടൈം റെവല്യൂഷൻ ഇസ് ക്യൂജെ ദി പോസോൺ ബ്രാക്കറ്റ് ഓഫ് ക്യൂജെ ആൻഡ് എച്ച് ഹാമിൽട്ടോണിയൻ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോസോൺ ബ്രാക്കറ്റ് എടുക്കാം. പോസോൺ ബ്രാക്കറ്റ് ഓഫ് ക്യൂജെ ആൻഡ് എച്ച് ഇസ് ഡോ ക്യൂ ജെ ബൈ ഡോ ക്യൂ ഐ സമ്മേഷൻ ഐ ഡോ ക്യൂ ജെ ബൈ ഡോ ക്യൂ ഐ into dou h by dou pi minus dou qj by dou pi into dou h by dou qi. This is 0. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഡോ ക്യൂ ബൈ ഡോ പി എന്ന് വരുന്നുണ്ട്. ബോത്ത് ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 കിട്ടും. ഇനി ഈ ഒരു ടേം എടുക്കുക. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് dou q by dou q ആണ്. If j is equal to I, that is equal to 1. അപ്പോൾ delta I j ഈ summation I equal to j വരുന്ന ടേമിൽ അത് that differential will become 1. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ ഐ ജെ ഡോ എച്ച് ബൈ ഡോ പി ഐ എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഡെൽറ്റ ഐ ജെ 1 ആവുന്നത് ഐ ഈക്വൽ ടു ജെ ആവുമ്പോഴാണ്. ഐ ഈക്വൽ ടു ജെ എഴുതിയിരിക്കുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി ജെ. അത് 1 ആവുന്ന ആ ഒരു ടേം മാത്രം എടുത്താൽ മതി. ബിക്കോസ് ദർ ഇസ് എ സമ്മേഷൻ ഐ ഉണ്ട്. ഡോ എച്ച് ബൈ ഡോ പി ഐ ഏതെങ്കിലും ഒരു ഐ ജെക്ക് ഈക്വൽ ആവും. അപ്പോൾ മാത്രം അത് 1 ആവും. അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് ഡോ എച്ച് ബൈ ഡോ പി ഐ. Therefore, this is Qj dot from Hamilton's equation. Hamilton's equation ഉപയോഗിച്ചത് Qj dot ആണ്. അപ്പോൾ അത് dq by dt യുടെ റിലേഷൻ ആണ് പോസോൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. dq by dt dq by dt is equal to Poisson bracket of q and h. അതേപോലെ അടുത്ത റിലേഷൻ ആണ് ഇത്. pj dot equal to the commutator Poisson bracket of pj and h. നമുക്ക് ഡിഫറൻഷ്യൻ ഉപയോഗിച്ച് pjയുടെ hന്റെ പോസോൺ ബ്രാക്കറ്റ് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഡോ പി ബൈ ഡോ ക്യു ഐ ഡോ എച്ച് ബൈ ഡോ പി ഐ മൈനസ് ഡോ പി ജെ ബൈ ഡോ പി ഐ ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. ഇതിൽ ഈ ടേം 0 ആകും. കാരണം ഡോ പി ബൈ ഡോ ക്യു വരുന്നുണ്ട്. അപ്പോൾ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 കിട്ടും. പിന്നെ നെക്സ്റ്റ് ടേം എടുക്കാം. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഡോ പി ബൈ ഡോ പി ആണ് ഇവിടെ വരുന്നത്. ദാറ്റ് വിൽ ബി 1 ഇഫ് ഐ ഈക്വൽ ടു ജെ. ഇവിടെ സമ്മേഷൻ ഐ ഉണ്ട്. സമ്മേഷൻ ഐ മൈനസ് അവിടെ പുറത്തുണ്ട്. ഡെൽറ്റ ഐ ജെ പിന്നെ ബാക്കിയുള്ള ടേം ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. ഈ സമ്മേഷൻ ഐ ജെ ഈക്വൽ ആകുമ്പോൾ അവിടെ 1 എന്ന് വരും. ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ ഡോ എച്ച് ബൈ ഡോ ക്യു ജെ എന്ന് വരും. This is equal to pj dot from Hamilton's equations of motion. Therefore, this is time evolution of momenta and time evolution of coordinate. Prove ചെയ്യാനൊക്കെ പ്രോബ്ലം ചോദിക്കും.